യൂണിവേഴ്സിറ്റി കോളേജ് സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. എൻ്റെ ഒരു വർഷം മുമ്പേ ആയിരുന്നു, എന്നാൽ 2 വർഷം മുമ്പായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും വളരെ കൗതുകത്തോട് കാണണം, പ്രത്യേകിച്ച് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ള നിലയിൽ ഒരു കലാകാരൻ, തികഞ്ഞൊരു കലാകാരൻ, ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ക്കപ്പുറം ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമ എന്നുള്ള രീതിയിലാണ് ഞാൻ കൂടുതൽ എനിക്ക് സ്വാധീനിച്ചിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായിട്ട് ഞാൻ വരുമ്പോൾ തന്നെ ഒരാഴ്ച കാലത്ത് തന്നെ എന്നെ വിളിച്ചു കൊണ്ടുപോയി കോഫി ഹൗസിൽ കൊണ്ടുവന്ന് കോഫി വാങ്ങിച്ചത് ഓർമ്മയുണ്ടാവും. കോഫി ഒരു പ്രത്യേക ഒരു ലഹരിയാണ്. അത് രാവിലെ ഒരു കോഫി കുടിക്കുമ്പോൾ നമ്മൾ ആ ദിവസം മുന്നോട്ട് പോകാൻ ഒരു നല്ലൊരു സുഖമായിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ പഴയ കോഫി ഹൗസ്, അത് അന്നത്തെ സൗഹൃദത്തിൻ്റെ ഒരു ഇടമാണ് ആ കോഫി ഹൗസ് എന്ന് പറയുന്നത്. അവിടെ ചെന്നൊരു കോഫി വാങ്ങിച്ചു തന്നു. അതെനിക്ക് ജീവിതത്തിൽ ഇതുവരെ എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം അതൊരു വലിയൊരു എനിക്കൊരു മോട്ടിവേഷനായിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും സീനുമായ ഒരു റാഗിങ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഇത്രയും സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി എന്നെ ആക്കാത്ത ആ നിമിഷം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. മാത്രമല്ല യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച ഒരുപാട് പ്രഗത്ഭരുണ്ട്. വിരലുണ്ടാവുന്നവർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതിൽ ഞാൻ ഏറ്റവും ഇഷ്ട കഥാപാത്രത്തോടു കൂടി നഗ്നമായൊരു സത്യമാണ് കേട്ടോ. അത് ഞാൻ ഒരു ഭംഗി വാക്ക് പറയുന്നതല്ല. അങ്ങനെ ഒരു സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായ അത്തരം ഇഷ്ടമുണ്ട്. പിന്നെ വരകളെ ഞാൻ അത്രത്തോളം പിന്നെ അന്ന് അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ എനിക്ക് വലിയ ലാലും കൊച്ചിലാലും ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിലാലിൻ്റെ കൂട്ടുകാരനാണ് ഞാൻ, ജിയലാൽ എന്ന് പറയും. അദ്ദേഹം പിന്നെ എഴുത്തുകാരനായിരുന്നു, പ്രശസ്ത തിരക്കഥാകൃത്തായിരുന്നു. അദ്ദേഹം നമ്മെ വിട്ടു പോയി. അപ്പോൾ ഞാനും ലാലുമായിട്ട് അന്ന് മിമിക്രിയൊക്കെ പറഞ്ഞ് നടന്ന കാലം. അപ്പോൾ ഞാനൊരു വളരെ ബഹുമാനത്തോടു കൂടി കൊച്ചിലാൽ നമ്മുടെ പ്രവർത്തകനും ഇതൊരു വലിയ ബഹുമാനത്തോടു കൂടി ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ വരകളൊക്കെ പിന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാവരും എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അതിനേക്കാളേറെ ഈ ഒരു വ്യക്തിത്വത്തിലായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഈ വരകൾ ഞാൻ എപ്പോഴും FB ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എൻ്റെ പ്രത്യേകിച്ച് വരകളോ അവരുടെ വീട്ടിൽ പോകുമ്പോഴൊരു വീട് തന്നെ ഒരു വലിയൊരു ഒരു ഗൃഹാതിഥ്യം തുറമ്പുന്നൊരു ഇടമാണല്ലോ അവിടെ. പിന്നെ ഈ വരകളത് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ വരകളെക്കുറിച്ച് കാണുമ്പോൾ എനിക്ക് പിന്നെ കുറ്റവാളികളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ആ കുറ്റവാളികളെ പിടിച്ചു നിർത്തുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കലയാണ്, അതിനെ ജീവിതത്തിലേക്ക് അത് പകർത്തുകയാണ്. അത് അവരുടെ ഭാവങ്ങളോടുകൂടി തന്നെ അവരെ വരച്ചിടുക എന്നുള്ളതാണ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ KSFയുടെ പിന്നെ മാനേജറായിരുന്നു. ബ്രാഞ്ച് മാനേജറായിട്ട് നമ്മൾ കൂട്ടിനുള്ളിൽ ഇരിക്കുമ്പോഴും അവിടെ ഭയങ്കര വഴക്ക് നടക്കുമ്പോൾ ഞാനതൊരു ഹാസ്യമായിട്ടാണ് അത് ആ ഒരു ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമുക്ക് കലാകാരന്മാർക്ക് മറുത്ത് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഉള്ളിൽ ഉറക്കത്തിലും നമ്മുടെ മറ്റ് ജോലികളിലും തന്നെയും കലയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് മുൻകാലങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം നമ്മൾ ഞാറ് നടുമ്പോൾ അവർ കൊയ്ത്തു പാട്ട് പാടിക്കൊണ്ടാണ് ഞാറ് നടുന്നതൊക്കെ ഇത് പറിക്കുന്നതുമൊക്കെ. കാരണം അവരുടെ ഉള്ളിൽ ഈ കല ഇങ്ങനെ അടിസ്ഥാന വർഗ്ഗങ്ങളിൽ നിന്നാണ് കല ഉണ്ടായത് എന്നുള്ളതാണ് എൻ്റെ തികഞ്ഞ വിശ്വാസം. കാരണം അവർ അധ്വാനിക്കുന്ന സമയത്ത് അവർക്ക് ഈ ജോലി ഭാരം കുറയാനായിട്ട് അവർ ഇത്തരം ഇതിലെടുക്കുക. അപ്പോഴവർ പൂർണ്ണമായിട്ടും ഒരു കലയിലാണ് അവരുടെ മനസ്സ് മുഴുവനും. അത് കലയിലൂടെ നമുക്കിതെങ്ങനെ ചെയ്യാം, ഈ ജോലി എങ്ങനെ പൂർത്തിയാക്കാം. അതുതന്നെയാണ് ലാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. നീളാളമായിട്ട് ആ അദ്ദേഹത്തിൻ്റെ കല ഓരോ ഘട്ടങ്ങളിലും ഒരു വലിയൊരു എക്സിബിഷനായിട്ട് ഓരോ പ്രാവശ്യവും നമുക്ക് കാണാനുള്ള, ആസ്വദിക്കാനുള്ള, സംവേദിക്കാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാവട്ടെ. എല്ലാ ആശംസകളും, തികഞ്ഞ എല്ലാ ആശംസകളും.